ഹലോ ഫ്രണ്ട്സ്, വരുൺ രാധിക ലേറ്റസ്റ്റ് റിവ്യൂ. രാധികയെ വകവരുത്താനായിട്ട് സാറയും ചന്ദ്രശേഖരനും കളിച്ച കളിയൊക്കെ അങ്ങ് പൊളിഞ്ഞുപോയി. രാധികയെ ഒതുക്കാനായിട്ട് നിർത്തിയിരുന്ന ഗുണ്ടകളെയൊക്കെ നമ്മുടെ വരുണും രാധികയും കൂടെ അടിച്ചൊതുക്കി പരണേ കയറ്റി. അങ്ങനെ ഉദ്ദേശിച്ചൊന്നും നടന്നില്ലല്ലോ എന്ന് വിഷമിച്ച് നാണം കെട്ട് സാറയും ചന്ദ്രശേഖരനുടെ കാറിൽ ഇങ്ങോട്ട് വരുമായിരുന്നു. എന്തായാലും ചന്ദ്രു, നമ്മളാണ് ഇതിൻ്റെ പുറകിലെന്ന് അവരറിഞ്ഞില്ലല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് സാറ. കാറ് മുന്നോട്ട് വന്നപ്പോൾ കാറിൻ്റെ മുന്നിലായിട്ട് ഒരു സ്കൂട്ടി ഇരിക്കുന്നു. ഇത് ഏതവനെ ഈ സ്കൂട്ടി ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്? അതിനെന്താ സാറാ, ഞാനത് എടുത്തു മാറ്റാമല്ലോ എന്നും പറഞ്ഞ് ചന്ദ്രശേഖരൻ ആ സ്കൂട്ടിയുടെ അടുത്തോട്ട് വരുമ്പോൾ കീന്നൊരു ശബ്ദം. സാറയുടെ കാറിൻ്റെ ഹോണാണ് അടിക്കുന്നത്. ചന്ദ്രശേഖരൻ നോക്കുമ്പോൾ ദാ നിൽക്കുന്ന വരുണും രാധികയും. സാറ താണ്ട കാറിൽ നിന്ന് ഇറങ്ങുന്നു. സാറയുടെ കാറിന്റെ കീ താണ്ട വരുണിന്റെ കയ്യിൽ കിടന്ന് കറങ്ങുന്നു. രണ്ടുപേരും ഒരു ഞെട്ടലോടെ ആണെങ്കിലും ആ ഞെട്ടലും മറച്ചുകൊണ്ട് ചന്ദ്രശേഖരൻ ചോദിക്കുന്നു, അല്ല, നിങ്ങൾ രണ്ടുപേരും എന്താ ഇവിടെ? ഞങ്ങളൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയിട്ട് മടങ്ങി വരുന്ന വഴിയാ. റോഡിലൊരു തടസ്സം ഇരിക്കുന്ന കണ്ടപ്പോൾ വരുണൻ രാധികയും കളിയാക്കി ഒരു ചിരി. എന്നാലേ ആ തടസ്സം വെച്ചത് ഞാനാ ചെറിയച്ച. എന്തിനാണെന്നറിയോ? നിങ്ങളെ രണ്ടുപേരെ ഒന്ന് നന്നായിട്ട് കാണാൻ വേണ്ടിയാ. സാറ വലിയ അഹങ്കാരത്തിന് ഏയ് മര്യാദയ്ക്ക് വണ്ടി എടുത്തവിടുന്ന് മാറ്റ്, വരുൺ ചോദിക്കുന്നു. എന്നിട്ടും മേഡം ഈ വണ്ടി ഓടിച്ചു പോകാനോ? ഈ വണ്ടി ഇവിടുന്ന് ചലിക്കണമെങ്കിൽ ഈ വരുൺ പറയണം. ഇനി പിന്നെ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകുമല്ലോ, എന്തിനാ നിങ്ങളെ ഇങ്ങനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നതെന്ന്. കുറച്ചു മുമ്പ് ഞങ്ങൾ രണ്ടുപേരുടെ ചേർന്ന് ഒരു 3-4 ഗുണ്ടകളെ അടിച്ചോടിച്ച്. അവർ നിസ്സാരക്കാരനല്ല കേട്ടോ, ഞങ്ങളെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു വന്നവരായിരുന്നു. ആ ഗുണ്ടകളെ കൊണ്ടുവന്ന നട്ടലില്ലാത്തവന്റെ പേരെന്താണെന്നറിയാവോ? കണിമംഗലം ചന്ദ്രശേഖരൻ. അയ്യോ, ഞാനോ? രാധിക പറയാം. അതെ, നിങ്ങളെ കൊണ്ട് നട്ടലില്ലാത്ത പണി ചെയ്യിപ്പിച്ച ആളാന്നറിയാവോ? നട്ടലില്ലാത്ത സാറ. എടി, നിനക്കെന്നെ ശരിക്കും അറിഞ്ഞുകൂടാ. അല്ല, നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ അത്ര മഹാ അത്ഭുതമൊന്നും അല്ലല്ലോ. ആളുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തുന്ന ഒരു നെറികെട്ട സ്ത്രീ. അതിനപ്പുറത്തേക്ക് സാറാ നിങ്ങളൊന്നുമല്ല. പിന്നെ കാശിന്റെയും പ്രതാപത്തിന്റെയും പേരിലെ എന്തും ചെയ്തു കളയാമെന്നൊരു തോന്നലൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അത് നടക്കാത്ത കാര്യമാണല്ലോ മാഡം. ഞങ്ങൾ സഹിച്ച് സഹികെട്ടിരിക്കുക. ഇനി ഞങ്ങൾ എന്താ ചെയ്യുന്നത് പറയാൻ പറ്റില്ല. രാധിക അങ്ങനെ ശരിക്കും പറയുന്നുണ്ട്. ഉടനെ നമ്മുടെ വരുൺ, ചെറിയച്ഛന്റെ പണികളൊക്കെ അതിഗംഭീരമാണ്. പ്രത്യേകിച്ചും ആ ബെഞ്ചമിൻ ഉണ്ടല്ലോ, അവനെ വെച്ച് കണിമംഗലം ഗ്രൂപ്പിൽ ചെറിയച്ഛൻ നടത്തിയ കളി അത് ഞാനോ എൻ്റെ അച്ഛനോ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ കമ്പനി നഷ്ടപ്പെട്ടു, കുടുംബം പോലും നഷ്ടപ്പെട്ടു. പക്ഷേ ആ നഷ്ടം ഞാൻ തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാൽ ചെറിയച്ഛൻ ഒരു ചെറിയ നഷ്ടം വരും. എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങളെ ഞാൻ കൊല്ലുവെന്നാ പറഞ്ഞത്. ചന്ദ്രശേഖരൻ പേടിച്ച് കണ്ണു മുളയ്ക്കുന്നുണ്ട്. ആ സാറാ ഉടനെ ഒന്ന് പോടാ അവിടുന്ന്. ഇത്രയും പ്രായത്തിനിടയ്ക്ക് എന്നെ ആദ്യമായിട്ട് ജയിലിൽ എത്തിച്ചതേ നിങ്ങൾ രണ്ടുപേരുവാ. അതൊരു ക്രെഡിറ്റ് അല്ലേടി സാറേ. അങ്ങനെയുള്ളപ്പോൾ ഈ സാറ നിങ്ങളോട് കണക്ക് ചോദിക്കില്ലെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? നമ്മുടെ രാധികയ്ക്ക് കുറച്ച് തൻ്റെ ഇടമൊക്കെ ഉണ്ട്. പറയുക മാഡം, ഇത് പഴയ വരുണൻ രാധികയല്ല, കുറച്ച് തൻ്റെ ഇടമൊക്കെ കൂടിയിട്ടുണ്ട്. എന്തായാലും ഇനി കൊല്ലാൻ വേണ്ടി ആളെ ഇറക്കണ്ട. കഴുത്തിൽ കത്തിവെക്കാൻ എൻ്റെ ഭർത്താവിന് നല്ല കരുത്തുണ്ട്. അത് രണ്ടുപേരും മറന്നു പോകണ്ട. ദാണ്ട ചെറിയച്ച, നിങ്ങൾ ചത്തുപോയാലേ ഞാൻ കൂടി ബലിയിടേണ്ടതാ. ബലിച്ചോറിനോട് അത്രയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ ഇനി ഇത്തരത്തിലുള്ള കളിക്കൊക്കെ മുതിരാവൂ. ചന്ദ്രശേഖരൻ ചക്രവർത്തിയായി എന്നൊരു വാർത്ത കേൾക്കാൻ നല്ല രസമാണ് ചെറിയച്ച. പക്ഷേ ചന്ദ്രശേഖരൻ ചത്തുകിടക്കുന്നു എന്നൊരു വാർത്ത കേൾക്കാൻ അത്ര വലിയ സുഖമൊന്നും ഉണ്ടാവില്ല. എന്നാൽ ഞങ്ങൾ വരട്ടെ, രാധികയെ വാ പോകാം. എന്നിട്ട് ആ കാറിന്റെ കീ എറിഞ്ഞു കൊടുത്തിട്ട് വരുണും രാധികയും പോയി. അങ്ങനെ രണ്ടുപേരും വേളറി നാണം കെട്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. ചന്ദ്രു, നേരിട്ട് ഫൈറ്റ് ചെയ്ത് അവനെ തോൽപ്പിക്കാൻ പറ്റില്ല. അവൻ മിടുക്കനാ. പക്ഷെ ഏത് മിടുക്കനും വീണു പോകുന്ന ഒരു തന്ത്രം. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ട ആ ഒരു തന്ത്രമാ, അവനെ ഇല്ലാതാക്കുന്ന തന്ത്രം. ഈ ശല്യം ഇനി ഒരുപാട് പടർന്ന് കയറാൻ ഞാൻ സമ്മതിക്കില്ല. കടയോടെ വെട്ടിയിരിക്കും ഈ സാറ. ഓ പിന്നെ നീ ഞൊട്ടിയിരിക്കും. ഈ സമയം പ്രിയങ്കയുടെ പടത്തിന്റെ ഫ്ലക്സ് ഒക്കെ വെക്കുവാണ്. മുത്തശ്ശിയും മോളും ഭയങ്കര സന്തോഷത്തിലാണ്. അയ്യോ മുത്തശ്ശി, കൊള്ളാമില്ലേ? പിന്നെ എന്താടി മോളെ നീ പറയുന്നത്? നീ കേരളത്തിന്റെ ചുവരിലെല്ലാം ഇതങ്ങോട്ട് ഒട്ടിക്കാൻ പോവുമല്ലേ? അപ്പോൾ പിന്നെ എൻ്റെ മോൾ ആരാ? അപ്പോൾ പടത്തിന്റെ പ്രൊഡ്യൂസർ ആരാ മുത്തശ്ശി? പക്ഷെ മോളെ, ഈ കളർ അത്രയ്ക്ക് പോരാ. എന്താ മുത്തശ്ശി, കളർ ചേഞ്ച് ചെയ്യണോ? ആ മാറ്റണം മോളെ. ഈ തങ്കത്തിന്റെ കളറില്ലേ, ആ കളറാണെങ്കിൽ നന്നായിരിക്കും. എൻ്റെ മോളെ, അതൊക്കെ കാശുകാരുടെ കളറല്ലേ. കൂടെ വർക്ക് ചെയ്തവന്മാരോട് പറയുന്നുണ്ട്, ദേണ്ടേ എൻ്റെ മുത്തശ്ശി പറഞ്ഞത് കേട്ടല്ലോ, ഇനിയുള്ള ഫ്ലക്സ് അടിക്കുമ്പോൾ കളർ നിങ്ങൾ ചേഞ്ച് ചെയ്തിരിക്കണം. പിന്നെ ഡിസൈൻ ചെയ്യുന്ന ഓരോ പോസ്റ്ററുകളും ഇങ്ങോട്ട് അയക്കാൻ പറയണം. എല്ലാ പോസ്റ്ററുകളും ഡയറക്ടറിന് അയക്കുന്നുണ്ട് മാഡം. സാറ് സെലക്ട് ചെയ്യുന്ന മാത്രം ഇങ്ങോട്ട് അയച്ചാൽ പോരെ? ഉടനെ അഹങ്കാരി മുത്തശ്ശി പറയുന്ന അതൊന്നും പോരാ, എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇവിടെ കാണിച്ചിരിക്കണം. അവന് വലിയ വിവരമൊന്നുമില്ല, നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ഞങ്ങളാ പറയുന്നത്. ചിലരുടെയൊക്കെ ധാരണയുണ്ടായിരുന്നു നമ്മൾ ഈ പടം പൂർത്തിയാക്കില്ലെന്ന്. അല്ലേടോ,
അങ്ങനെ ഒരു ടോക്ക് ഉണ്ടായിരുന്നു മേഡം ഇടയ്ക്ക്. സിനിമ നമ്മൾ പൂർത്തിയാക്കിയല്ലോ മേഡം, സിനിമ പൂർത്തിയാക്കി. ഇനി അങ്ങോട്ടുള്ള ചെലവിന്റെ കാര്യമൊന്നും മേഡം പറഞ്ഞില്ലല്ലോ. സുകുമാരി മുത്തശ്ശി അല്ല, അഹങ്കാരി മുത്തശ്ശി. മുത്തശ്ശി പറയാ, പാടുപെട്ട് പടം ഇത്രയൊക്കെ എടുക്കാനുണ്ടെങ്കിൽ ബാക്കിയൊക്കെ കൂടെ റെഡിയാക്കാനും ഞങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചൊന്നും താൻ വല്ലാണ്ട് വേവലാതി ഒന്നും പെടണ്ട. ഞാൻ പറഞ്ഞെന്നല്ലേ ഉള്ളൂ മേഡം, അതെന്റെ ഡ്യൂട്ടിയല്ലേ. ഓ, തൻ്റെ ഒരു ഡ്യൂട്ടി. എന്നാൽ നിങ്ങളിവിടെ നിൽക്കണ്ട, നിങ്ങൾ പോയിക്കോ. അവരങ്ങോട്ട് പോയിക്കഴിഞ്ഞാൽ പ്രിയങ്ക പറ, മുത്തശ്ശി പടം ഗംഭീരമാണെന്നാ പൊതുവേ ഉള്ള അഭിപ്രായം. ഗംഭീരമാകാതെ പിന്നെ എങ്ങനെ ഇരിക്കും പ്രിയങ്ക? എൻ്റെ പേര് വെച്ചുള്ള പടമല്ലേ, അത് പിന്നെ എങ്ങനെ മോശമാകും? ഇനി മോശമാകാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ അഹങ്കാരി മുത്തശ്ശി. പിന്നെ മുത്തശ്ശി, അക്കൗണ്ടിൽ പണം ഏകദേശമൊക്കെ തീർന്നു. ഇനി പ്രൊഡക്ഷനും ഒക്കെ ആയിട്ട്. അതെന്തോന്ന് പ്രൊഡക്ഷൻ? സിനിമ പിടിച്ചോണ്ടിരിക്കുമ്പോൾ അതിന്റെ പേര് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു. അത് കൊള്ളാമല്ലോ. ഇനി വേറെയും പ്രൊഡക്ഷനോ? എൻ്റെ മുത്തശ്ശി, ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. മ്യൂസിക് ചെയ്യണം, ഡബ് ചെയ്യണം, ഫിക്സ് ചെയ്യണം. മുത്തശ്ശി, ഇനിയാണ് ശരിക്കുള്ള ജോലികളൊക്കെ കിടക്കുന്നത്. ഇതൊരു വല്ലാത്ത ഏർപ്പാടായി പോയല്ലോ. സിനിമ തീർന്നെന്നും പറഞ്ഞ അവിടെ കുമ്പളങ്ങ കൊടുക്കുന്നത് കണ്ടപ്പോഴേ ഞാൻ കരുതിയത് അതോടെ എല്ലാം തീർന്നെന്ന്. ഇപ്പം എന്നാണ്ട് അവള് പറയുന്നത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളെന്ന്. എൻ്റെ മുത്തശ്ശിക്ക് ഇതൊന്നും അറിയാഞ്ഞിട്ടാ. ഇതൊക്കെ ഇതിൻ്റെ ഭാഗങ്ങളാ. എന്തായാലും കുറച്ച് തുക കൂടി നമ്മൾ കണ്ടെത്തേണ്ടി വരും. വെരി ഗുഡ്. ഇനിയാടി മോളെ നീ പിച്ചച്ചട്ടി എടുക്കാൻ പോകുന്നത്. മേലനങ്ങി അധ്വാനിക്കാതെ വല്ലവരെയും പിടിച്ചു പറിച്ചുണ്ടാക്കിയത് നിൽക്കുവോ? അതിതുപോലെ അങ്ങ് പോവും. അപ്പോഴിനി പണം റെഡിയാക്കാൻ എന്ത് ചെയ്യും മോളെ? അതൊക്കെ നമുക്ക് നോക്കാം മുത്തശ്ശി. ഇപ്പോൾ നമുക്ക് ഇൻഡസ്ട്രിയിൽ ഒരു മേൽവിലാസം ഉണ്ടല്ലോ. ഒരു പടം നമ്മുടെ കയ്യിലിരിക്കുമല്ലേ. എല്ലാം ശരിയാ. എല്ലാം കലത്തിലിട്ട് പുഴുങ്ങി തിന്ന. ചന്ദ്രശേഖരൻ വിളിച്ചു വരുത്തി കൊല്ലാനൊരുങ്ങിയത് ദാണ്ട നമ്മുടെ രാധിക ജയഭാരതി മുത്തശ്ശിയോട് പറയുക. അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഒന്നും ചെറിയച്ഛൻ കാണിച്ച ക്രൂരതയൊന്നും പറയരുതെന്നായിരുന്നു ഞങ്ങളുടെ തീരുമാനം. പക്ഷെ എല്ലാത്തിലൊന്നും ഒഴിഞ്ഞു മാറിയിട്ട് പിന്നാലെ നടന്ന് ഞങ്ങളെ ദ്രോഹിക്കുക എന്ന് പറഞ്ഞാൽ വരുൺ പറയാ, വേറൊന്നുമല്ല മുത്തശ്ശി, നമ്മളുടെ കഴുത്തിൽ ഒരാൾ കാല് വെച്ച് അമർത്തുമ്പോൾ ശ്വാസത്തിന് വേണ്ടി നമ്മൾ പിടയില്ലേ? അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ചെറിയച്ഛനാണോ ഇനി മറ്റു പലരുമാണോ നമ്മൾ നോക്കാൻ നിൽക്കില്ല. ജയഭാരതി അമ്മ പറയാ, കൊല്ലണോടവനെ. ഇനി എന്തെങ്കിലും അവൻ കാണിച്ച കൊന്നു കളഞ്ഞേക്കണം. പെറ്റ തള്ളയാണ് ഈ പറഞ്ഞത്. എങ്ങനെ ഒരമ്മ പറയാതിരിക്കും? അത്രയധികം ദ്രോഹമല്ലേ ഈ ചന്ദ്രശേഖരൻ കാണിച്ചിരിക്കുന്നത് പെറ്റ തള്ളയോടും സ്വന്തം ജ്യേഷ്ഠനോടും മക്കളോടും ഒക്കെ. നിങ്ങൾ രണ്ടുപേരും ചന്ദ്രശേഖരനെ കുറിച്ച് ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. കണിമംഗലം തിരിച്ചു പിടിച്ചപ്പോൾ നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന് അവൻ പറഞ്ഞില്ലേ? അന്ന് തുടങ്ങിയതാ മക്കളെ എൻ്റെ സംശയം. ആ ചന്ദ്രശേഖരന്റെ അനുവാദമില്ലാതെ ഉർവശിയും കൽപ്പനയും എന്നെ അത്രയധികം ദ്രോഹിക്കുമായിരുന്നോ? എനിക്കൊരു അസുഖം വന്നപ്പോൾ കണിമംഗലത്തുനിന്ന് എന്നെ ഇറക്കിക്കൊണ്ടുപോയി ആ ഔട്ട് ഹൗസിൽ കൊണ്ടിടുവോ? പെറ്റ തള്ളയ്ക്ക് ചില തടസ്സങ്ങളുണ്ട്. അല്ലെങ്കിൽ അടുക്കളയിൽ നിന്ന് കത്തിയോ വെട്ടുകത്തിയോ എന്തെങ്കിലും എടുത്തിട്ടേ അവനെ ഞാനങ്ങ് തീർത്തേനെ. പെറ്റു വളർത്തിയതല്ലേ. സ്വന്തം മകൻ മറ്റുള്ളവർക്ക് മുഴുവൻ ഉപദ്രവമായി മാറുമ്പോൾ വേണമെങ്കിൽ അവനെയും കൊല്ലാം. പോയി ജയിലിൽ കിടക്കണമെന്നല്ലേ ഉള്ളു. ഞാൻ പോയി കിടന്നോളാം. അങ്ങനെയെങ്കിലും എൻ്റെ മക്കൾക്ക് സമാധാനം ഉണ്ടാകുമല്ലോ. എൻ്റെ മുത്തശ്ശി പോയി ചെറിയച്ഛനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? മുത്തശ്ശി, ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇപ്പം മുത്തശ്ശിയോട് ഷെയർ ചെയ്യുന്നുണ്ട്. പണ്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ മുത്തശ്ശിയോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ പേരിൽ ഇനി കണിമംഗലത്തോട്ട് പോകാനോ ചെറിയച്ഛനെ കാണാനോ ബഹളം ഉണ്ടാക്കാനോ ഒന്നും പോകണ്ട. ചെറിയച്ഛനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മളെ ദ്രോഹിച്ചോട്ടെ മുത്തശ്ശി. ഇപ്പോൾ ചെറിയച്ഛൻ നമ്മുടെ ശത്രുവാണെന്നുള്ളൊരു ഉറപ്പുണ്ടല്ലോ. ഒഴിഞ്ഞു മാറാനായിട്ട് അത് ധാരാളമാണ് മുത്തശ്ശി. എൻ്റെ പൊന്നു മക്കളെ, ഒരു വഴിക്ക് നിങ്ങൾക്കൊരു സമാധാനമില്ല അല്ലേ? എൻ്റെ മുത്തശ്ശി, നമുക്ക് പണത്തിൻ്റെ പ്രശ്നമുണ്ട്. നമ്മളൊന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അത് നശിച്ചു പോയതിൻ്റെ ഒരു പ്രശ്നം. കണിമംഗലം കൈവിട്ടു പോയതിലും അച്ഛനമ്മമാർ അവിടെ ആയി പോയതിലും എല്ലാത്തിലും നല്ല വിഷമമുണ്ട് മുത്തശ്ശി. പക്ഷെ അതിനിടയിൽ വീണ് കിട്ടുന്ന നിമിഷങ്ങളൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട്. ഇവിടുത്തെ അച്ഛനമ്മമാരോടൊപ്പം മുത്തശ്ശിയോടൊപ്പം നമ്മൾ ജീവിക്കുന്നുണ്ട് മുത്തശ്ശി. കുറച്ച് സന്തോഷവും കുറച്ച് വിഷമവും ഒക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകട്ടെ. എന്നിട്ട് നമുക്ക് പതുക്കെ അങ്ങോട്ട് പിടിച്ച് കയറാവുന്നേ. മുത്തശ്ശി ഇതൊക്കെ അങ്ങ് വിട്ടേരെ. എന്നിട്ട് നമുക്ക് മൊത്തത്തിലങ്ങ് കളറാക്കാം. അങ്ങനെ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് അവർ ഉറങ്ങാൻ പോവുകയാണ്. വരുണൻ രാധിയോടും അങ്ങനെ പറഞ്ഞെങ്കിലും ജയഭാരതിയമ്മയുടെ മനസ്സിൽ കനലെരിയുവാണ്. ചന്ദ്രശേഖരൻ അങ്ങനെ ഊരു ചുറ്റലൊക്കെ കഴിഞ്ഞ് തൻ്റെ കണിമംഗലത്തോട്ട് വരുന്നുണ്ട്. ഇതാണ്ട കൺമുന്നിൽ നിൽക്കുന്ന ഉർവശി. ഇത്ര വൈകുമെന്ന് ഞാൻ കരുതിയില്ല. എന്താ, ഇവിടെ വല്ല അത്യാവശ്യം ഉണ്ടായിരുന്നോ? വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവരെ കാത്തിരിക്കുന്നതേ വലിയ അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടല്ലല്ലോ. ഞാൻ ഭക്ഷണം എടുക്കട്ടെ? വേണ്ട, ഞാൻ കഴിച്ചു. അതെന്തൊരു പണിയാ? ഞാനുണ്ട ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുവല്ലേ. ഞാനെന്താ നിന്നോട് ആവശ്യപ്പെട്ടോ? ഇതുവരെയും ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കാത്തിരുന്നത്. എന്താടി നിന്റെ വാക്കുകൾക്കൊരു കടുപ്പം? എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിനക്ക്? എനിക്ക് ഒരു പ്രശ്നവും ഇല്ലേ. പിന്നെ എന്താടി? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? കൂടെ കൊണ്ട് നടക്കാനും കറങ്ങി നടക്കാനും ഒരു സുന്ദരിക്കോതയുണ്ടല്ലോ. അപ്പോൾ വീട്ടിലുള്ളതിന് അത്രയ്ക്ക് താല്പര്യമൊന്നും കാണില്ലല്ലോ. വീട്ടിൽ നിന്ന് കഴിക്കുന്നതിന് ഒട്ടും താല്പര്യം ഉണ്ടാവില്ല.
നീ പറഞ്ഞത് ശരിയാണ്. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ എന്നോടൊപ്പം സാറ ഉണ്ടായിരുന്നു. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ഭക്ഷണം കഴിച്ചത്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? എൻ്റെ എതിർവശത്തിരിക്കുന്ന സ്ത്രീ വളരെ കൾച്ചറുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട്, സ്റ്റാൻഡേർഡായ ഒരുത്തിയാണ്. അപ്പോൾ എനിക്കതില്ല. എന്താ അതിൽ സംശയം? 10 പേരുടെ മുന്നിലോട്ട് പോയാൽ നേരെ ചോദ്യം ഒന്ന് വിഷയാൻ പോലും നിനക്കറിയാവോ? മതി മതി, നിങ്ങളെ എന്നെ അവഗണിക്കുന്ന ഒരു സ്ഥിരം പരിപാടിയായിട്ടുണ്ട്. ഇത് ഇനിയും മുന്നോട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല. അതേടി, മുന്നോട്ട് പോകണ്ട, അതാ എനിക്കും താല്പര്യം. നാണമില്ലേ മനുഷ്യ നിങ്ങൾക്ക്? എവിടുന്നാ വന്നു കയറിയോർത്തിയുടെ സാരിത്തലപ്പം പിടിച്ച് കൊഞ്ചിച്ചവിടെ പുറകിന് നടക്കാൻ? ഉർവശി അത്രയും പറഞ്ഞു തീർന്നില്ല. ചന്ദ്രശേഖരൻ്റെ ഉരുക്ക് മുഷ്ടി അവിടെ കരണത്തൊരൊറ്റ അടി കൊണ്ടതാണ്ട് അവൾ പൊളഞ്ഞിങ്ങനെ നിൽക്കുക. ഇങ്ങോട്ട് നോക്കടി, എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നീ ആവശ്യമില്ലാതെ ഇടപെട്ടാൽ തീർത്ത് കളയുന്നില്ല ഞാൻ. ഉർവശിയും വിട്ടുകൊടുക്കാൻ പ്ലാനില്ല. അങ്ങനെ താൻ എന്നെ പേടിപ്പിക്കണ്ട. താൻ കുറെ വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഏറ്റവും കൂടുതൽ തന്ത്രം ഉപയോഗിച്ചിരുന്ന ഈ ഉർവശിയാ. എന്നെ ഒഴിവാക്കിയിട്ട് താനും അവളും കൂടെ രാജാവും റാണിയും കളിക്കണ്ട. എന്ത് പറഞ്ഞടി നീ? എൻ്റെ നേരെ നോക്കി ശബ്ദിക്കാറായോടി നീ എന്നും പറഞ്ഞ് ഉർവശിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുവാണ്. നിന്നെ കൊന്നുകളയോടി ഞാൻ. കൊന്നുകളയോന്ന് വെച്ചാൽ കൊന്നുകളഞ്ഞിരിക്കും. വെച്ചേക്കില്ലടി നിന്നെ ഞാൻ. ചന്ദ്രശേഖര, വിടറാ അവളെ എന്നും പറഞ്ഞ് ഓടി വന്ന് പത്മിനി ഇങ്ങനെ ഉർവശിയെ പിടിച്ചു മാറ്റുക. നീ എന്താ ചന്ദ്രശേഖരായി കാണിക്കുന്നേ? പത്മിനിയുടെ നേരെ കഴിഞ്ഞുകൊണ്ടിക്കൊണ്ട് ചന്ദ്രശേഖരൻ പറയുന്നു, പേടിപ്പിക്കാനല്ല, കഴുത്തെ ഞാൻ കൈവച്ചതേ ഇവളെ കൊല്ലാൻ വേണ്ടി തന്നെയാ. എടി, 3 നേരം മുടങ്ങാതെ ഭക്ഷണം, ഉറങ്ങാൻ നിനക്കൊരു മുറി, അതിന് നിനക്കിവിടെ ക്ഷാമം ഉണ്ടാവില്ല. ഇനി അതുമല്ല ചന്ദ്രശേഖരനെ ചോദ്യം ചെയ്തേ പറ്റൂ എന്നുള്ള നിന്റെ തീരുമാനമാണെങ്കിൽ നിന്നെ എവിടെയാണ് കെട്ടിത്താഴ്ത്തേണ്ടതെന്ന് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ചന്ദ്രശേഖരൻ അങ്ങ് പോയി. നീ ഇതൊക്കെ അനുഭവിക്കണോടി ഉർവശി. കുറച്ചെങ്ങാനുമാണോ നീ ഇവരോടൊക്കെ കാണിച്ച ക്രൂരത? ഈ സ്വത്തുക്കളെല്ലാം വെട്ടിപ്പിടിക്കാനും ആ പാവം രാധികയ്ക്കും വരുണിന് നീ എന്തെല്ലാം ദ്രോഹം ചെയ്തു? നീ അനുഭവിക്ക്. പത്മിനി ഉർവശിയോട് പറയാ, ഉർവശി, ഞാൻ കുറച്ച് ദിവസം മുമ്പ് നിന്നോട് പറഞ്ഞിട്ടുണ്ട്, കാലം തിരിഞ്ഞു ചുറ്റുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വരുമെന്ന്. കാരണം അത്രയേറെ ദ്രോഹങ്ങളാണ് ഈ ഉർവശി പത്മിനിയോട് ചെയ്തത്. ഒരു വീട്ടുവേലക്കാരിയേക്കാൾ മോശമായിട്ടാണ് പത്മിനിയായിട്ട് ജോലി ചെയ്യിപ്പിച്ചത്. എനിക്ക് മനസ്സിലായി ചേട്ടത്തി, ഞാൻ ചെയ്ത തെറ്റുകളുടെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ ഇപ്പോൾ അയാൾക്ക് ഇഷ്ടമില്ല. കാര്യമില്ല ചേട്ടത്തി. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോ, എൻ്റെ ജീവൻ ഒടുക്കേണ്ടി വന്നാൽ അതിനു മുൻപ് ഒരുത്തിയുടെ ജീവൻ ഞാൻ എടുത്തിരിക്കും. അതിനൊരു സംശയം വേണ്ട. എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ ഉർവശി പോകുന്നുണ്ട്. എൻ്റെ ദൈവമേ, എത്ര സന്തോഷത്തോടെ കഴിഞ്ഞ ഒരു വീടാ എന്നോർത്ത് പത്മിനി ഇങ്ങനെ നെഞ്ചത്ത് കൈവച്ച് സങ്കടപ്പെടുക. വരുൺ എവിടെയോ പോകാനുള്ള ഡ്രസ്സ് ചെയ്യുവാന്ന് തോന്നുന്നു. വളരെ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ രാധിക വന്നിട്ട്, അല്ല, ഈ ഷർട്ടാണോ ഇട്ടത്? ഞാൻ നല്ല വേറെ ഷർട്ടാണല്ലോ അയൺ ചെയ്തവിടെ വെച്ചത്. ഈ ഷർട്ട് ഞാൻ ഇട്ടതെന്താണെന്നോ? ഈ ഷർട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് കൂടുതലാണ്. എൻ്റെ ജീവിതത്തിൽ പല പോസിറ്റീവായ സംഭവങ്ങൾ നടന്നപ്പോഴും ഞാൻ ഈ ഷർട്ട് തന്നെയാണ് ഇട്ടിരുന്നത്. അത് കൊള്ളാലോ. ആദ്യം അന്ധവിശ്വാസത്തെ കുറ്റം പറയും, പിന്നെ വിശ്വാസം. സ്വന്തം കാര്യം വരുമ്പോൾ ദാണ്ട് ഇങ്ങനെയൊക്കെയാ. ദാണ്ട ഈ കാര്യം ഇനി താൻ മറ്റുള്ളവരോട് പറഞ്ഞ് നാണം കെടുത്താനൊന്നും നിൽക്കണ്ട. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആരുടെ കാലേ വീഴാനും ഞാനിപ്പോൾ തയ്യാറാണ്. അങ്ങനെയൊന്നും എൻ്റെ ഭർത്താവ് ആരുടെ മുന്നിലും തോറ്റു കൊടുക്കണ്ട. അതെ, ഈ രാധികയ്ക്ക് സഹിക്കില്ല. ജോലി കിട്ടാൻ കുറച്ച് താമസമൊക്കെ ഉണ്ടായേക്കും, പക്ഷെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പാണ്. എന്നാലേ ഫയലൊക്കെ എടുത്ത് ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. എടോ, ഞാൻ എല്ലാം നോക്കി റെഡിയാക്കി വെച്ചിരിക്കുക. എന്നാലും ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ. നമുക്ക് എന്തെങ്കിലും സമയദോഷം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കണം എന്നല്ലേ പറയാറുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് നോക്ക്. വരുൺ ഫയലെല്ലാം നോക്കിയിട്ട് പറയുന്ന എല്ലാം ഓക്കെ. എന്നാൽ വരുൺ വാ, ഞാൻ ചായ എടുത്തു തരാം. എന്നാലേ എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. അതെന്താ, നീ അതിലും എന്തെങ്കിലും വിശ്വാസമുണ്ടോ? അതൊന്നുമല്ല, എനിക്കത് പണ്ട് മുതലേ ഉള്ള ശീലമാണ്. താൻ വേണമെങ്കിൽ അച്ഛനോടും അമ്മയോടും ചോദിച്ചു നോക്ക്. ഞാൻ എക്സാം എഴുതുന്ന സമയത്തൊക്കെ ഒരു ദിവസം പോലും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എക്സാം കഴിഞ്ഞാലോ ഒരൊറ്റ കഴിപ്പാ. അപ്പോൾ മൊത്തത്തിലൊരു വിശ്വാസിയായിരുന്നു. അവിശ്വാസിയാണെന്നും പറഞ്ഞ് എന്നെ പറ്റിച്ചതാണല്ലേ. അങ്ങനെ വരുൺ എവിടെയോ ജോലി അന്വേഷിച്ച് പോകാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു. അല്ല രാധിക, മുത്തശ്ശി എഴുന്നേറ്റില്ലേ? ഇന്നലെ വൈകിയല്ലേ കിടന്നത്, അതുകൊണ്ടായിരിക്കും വരുൺ. എന്നാൽ പിന്നെ മുത്തശ്ശി എഴുന്നേക്കുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ പോയെന്ന്. ഉറങ്ങിക്കോട്ടെ. സത്യത്തിൽ ജയഭാരതി അമ്മ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ രാത്രി മുഴുക്ക എന്തോ ഒരു കടുത്ത തീരുമാനം എടുത്ത പോലെയുണ്ട്. രാധിക പറയാം, മുത്തശ്ശിക്ക് ഇന്നലെ ചെറിയച്ഛനെ കുറിച്ച് അറിഞ്ഞതിൻ്റെ ഷോക്കുണ്ട് കേട്ടോ. ഉണ്ടാകും രാധികയെ. ചെറിയച്ഛൻ്റെ കാര്യത്തിൽ മുമ്പ് തന്നെ മുത്തശ്ശിക്ക് വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു. എപ്പോഴും മുത്തശ്ശി പറയാറുണ്ട് പ്രതീക്ഷകൾ മുഴുവൻ നശിപ്പിച്ചതിനെക്കുറിച്ച്. വരുണും രാധികയും സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ജയഭാരതി അമ്മ അകത്തിരുന്ന് കേൾക്കുന്നുണ്ട്. പുറത്തോട്ട് പക്ഷേ വരുന്നില്ല. എന്തോ ഒരു വലിയ പ്രശ്നം മനസ്സിൽ കിടന്ന് അലട്ടുന്നുണ്ട്. അത് ചന്ദ്രശേഖരൻ്റെ വിഷയം തന്നെ ആയിരിക്കും.
അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രശേഖരൻ്റെ ഉർവശിയുടെ ഇപ്പോഴത്തെ ജീവിതം കണ്ടോ? എല്ലാ തെറ്റിനും കൂട്ടുനിന്ന ഉർവശിക്ക് ഇതാണ് ഗതി. അപ്പോൾ ചന്ദ്രശേഖരൻ നാളെ അനുഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും? പെറ്റമ്മ പോലും മകനെ കൊല്ലാൻ തുനിഞ്ഞിരിക്കുവാണ്. ഒരു പക്ഷേ ഇനി ജയഭാരതിയമ്മയുടെ കൈകൊണ്ട് തന്നെ ആയിരിക്കുമോ ചന്ദ്രശേഖരൻ്റെ മരണം? ഉർവശി എന്തായാലും സാറയുടെ കാര്യത്തിലൊരു തീരുമാനം എടുത്തിരിക്കുക. അവൾ ചാകുന്നതിന് മുമ്പ് തന്നെ സാറയെ കൊന്നിരിക്കുമെന്ന്. എന്തായാലും അങ്ങനെ സാറയും ചന്ദ്രശേഖരനും ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒടുങ്ങിയാൽ തന്നെ ഇവർക്കൊക്കെ ഒരു ശാപമോഷം തന്നെ ഉണ്ടാകും. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് നാളത്തെ റിവ്യൂ കാണാം. എൻ്റെ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.